അതായത് ലിയോ ടോൾസ്റ്റോയ്, ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ റഷ്യൻ സാഹിത്യകാരൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സാഹോദര്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്ടിനെ മാറ്റിമറിച്ച ഒരു സംഭവം അദ്ദേഹം ഒരു ചെറുകഥയുടെ രൂപത്തിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ടോൾസ്റ്റോയ് ഒരു ദിവസം ഒരു തണുത്ത പ്രഭാതത്തിൽ മോസ്കോയിലെ തെരുവിലേക്ക് നടക്കാൻ ഇറങ്ങുകയാണ്. അദ്ദേഹം നിങ്ങൾക്കറിയാം അവിടെ മൈനസാണ് എപ്പോഴും ടെമ്പറേച്ചർ. അദ്ദേഹം തെർമോവെൽ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ പുറത്ത് കോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, 2-3 വസ്ത്രങ്ങളും ഒക്കെ ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഇറങ്ങുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് വളരെ കരളലിയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. ഒരു യാചകൻ തെരുവിലൂടെ ഇങ്ങനെ എഴഞ്ഞു വരികയാണ് ഈ തണുപ്പത്ത്. ഒരു കാലേ ഉള്ളൂ, ഒരു കാലം ആംപ്യൂട്ട് ചെയ്തതാണ്, ഒരു ക്രച്ചസ് വാങ്ങാൻ പോലും അയാൾക്ക് നിവൃത്തിയില്ല. കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ, ശരീരമാസകലം വ്രണം. അയാൾ എഴഞ്ഞു വന്നിട്ട് ടോൾസ്റ്റോയുടെ നേരെ ഇങ്ങനെ കൈ നീട്ടി കേട്ടോ, യാചിക്കുകയാണ്. ടോൾസ്റ്റോയുടെ മനസ്സലിഞ്ഞിട്ട് അദ്ദേഹം പോക്കറ്റൊക്കെ പരതി. ഒരു നാണയത്തൊട്ട് പോലും അദ്ദേഹത്തിൻ്റെ ഇല്ല, കാരണം നടക്കാൻ ഇറങ്ങിയതല്ലേ, ഒന്നും എടുത്തില്ല. ഇളിഭ്യനായി നിരാശനായി ടോൾസ്റ്റോയ് ഈ യാചകനോട് പറഞ്ഞു, സഹോദര, എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്നുണ്ട്, പക്ഷേ ഞാനൊന്നും എടുത്തില്ല, എൻ്റെ കയ്യിലൊന്നുമില്ല. അപ്പോൾ ആ യാചകൻ്റെ മറുപടിയാണ് അദ്ദേഹത്തിൻ്റെ ആ കഥയിൽ അതിൻ്റെ സാരാംശം. ആ യാചകൻ പറയുകയാണ് ടോൾസ്റ്റോയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, അതിന് നിങ്ങളെല്ലാം എനിക്ക് തന്നില്ലേ? അപ്പോൾ ടോൾസ്റ്റോയ് പറഞ്ഞു, ഞാനൊന്നും തന്നില്ലല്ലോ, എൻ്റെ കയ്യിലൊന്നുമില്ല, അതുകൊണ്ടാണ് തരാഞ്ഞത്. അല്ല, നിങ്ങളെല്ലാം എനിക്ക് തന്നല്ലോ, നിങ്ങളെന്നെ സഹോദര എന്ന് വിളിച്ചില്ലേ? ഈ ലോകത്തെന്നെ സഹോദര എന്ന് വിളിക്കാൻ എനിക്ക് ആരുമില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, അതായത് അയാൾ ഈ സഹോദര എന്നുള്ള സംബോധന കൊണ്ട് മാത്രം അയാളുടെ യാതനകൾ, വേദനകൾ, വൈകല്യം, ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, പട്ടിണി, ഇതെല്ലാം അയാൾ മറക്കുകയാണ്. അപ്പോൾ ആ വിളിയുടെ അതിൻ്റെ ആ ബലം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. ആ സാഹോദര്യം, സഹോദര എന്നുള്ള സംബോധന മാത്രം മതി നമുക്ക് ജീവിക്കാൻ ഒരാൾക്ക്. ഇത് നമ്മളൊന്ന് കാണണം, നമ്മൾ മനസ്സിലാക്കണം. അടുത്തിരിക്കുന്ന ആൾ എൻ്റെ സഹോദരനാണ് എന്നൊരു കാഴ്ചപ്പാട്, അയാളുടെ കഷ്ടപ്പാട് എൻ്റെ സഹോദരൻ്റെ കഷ്ടപ്പാടാണ്. അപ്പോൾ എനിക്ക് അയാളെ സഹായിക്കാനൊരു ബാധ്യതയുണ്ട്. എന്താ ബാധ്യതയെന്ന് ചോദിക്കുക, ഞാൻ ഉണ്ടാക്കുന്ന പണം ഞാനെന്തിനു കൊടുക്കണം എന്ന് ചോദിക്കുന്നതിൽ ഒരർത്ഥമില്ല. ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും. ഈ സമൂഹത്തിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ ഒരു മനുഷ്യന് എത്ര പണം ഉണ്ടെങ്കിലും ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഈ ലോകത്ത്. ഒറ്റയ്ക്ക് നമ്മൾ ജീവിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭ്രാന്തായി പോകും. നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിലൊരു ശിക്ഷാവിധി ഉണ്ടായിരുന്നു പണ്ട്, സോളിറ്ററി കൺഫൈൻമെൻറ്റ്, ഏകാന്ത തടവ്. അത് പിന്നെ മാറ്റിയതാണ്. കാരണം എന്താണെന്നറിയാമോ? 2 മാസത്തിൽ കൂടുതൽ ഏകാന്ത തടവിൽ കിടന്നാൽ ഭ്രാന്തായി പോകും. കാരണം മനുഷ്യനെ ഒന്നും കാണുന്നില്ല. നമുക്കൊരാളെ കണ്ടാൽ മതി, ഒരാളെ ഒന്ന് കണ്ടില്ലെങ്കിൽ നമുക്ക് ജീവിക്കാനൊക്കത്തില്ല ഒരു മനുഷ്യൻ. അപ്പോൾ ആ സമൂഹത്തിൽ നമ്മളൊരു സമൂഹ ജീവിയാണ്, നമുക്കൊരു മനുഷ്യൻ്റെ സഹായമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, നമുക്ക് ഒരു ബാധ്യതയുണ്ട്. ഈ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ നമുക്ക് ബാധ്യതയുണ്ട്.